മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയോ? ഇന്ന് രാത്രി പോകുന്നുണ്ട്, അത് കൺഫേമാണ്. അപ്പോൾ അതാണ് കേരളത്തിലെ ആരോഗ്യസ്ഥിതി. ഇന്ന് മുഖ്യമന്ത്രി പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ആരോഗ്യരംഗം കേരളത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എത്രമാത്രമുണ്ട് എന്ന് ആ ആശുപത്രിയിൽ പോകുന്ന ആളുകൾക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. ആശുപത്രിയെ സമീപിക്കുന്ന കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക്. വയനാടിൻ്റെ പല വീടുകളുടെയും ചെരുവിൽ ഷെഡ് കെട്ടി താമസിപ്പിച്ചിട്ട് ഒരു വർഷം കഴിയാണ്. ഇപ്പോഴും അതിൻ്റെ മുകളിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് കൊടുക്കേണ്ട പണം പോലും കൃത്യമായി ചികിത്സക്കോ വാടകക്കോ ഭക്ഷണത്തിനോ കൊടുക്കാത്ത അവസ്ഥയാണ്. ദുരന്തത്തിൽ പെട്ടവരെ സഹായിക്കാൻ പൊതുസമൂഹം നൽകിയ കോടാനുകോടി രൂപ പോക്കറ്റടിച്ചു പോകുന്ന അവസ്ഥയിൽ കേരളം നിൽക്കുകയാണ്. കേരളത്തിൻ്റെ മുഴുവൻ നഗരതലത്തിലും ഗ്രാമീണ തലത്തിലുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ സംഘടനകളുമായി അതാത് പഞ്ചായത്തുകളിലും അതാത് മുനിസിപ്പാലിറ്റിയിലും അതാത് കോർപ്പറേഷനുകളിലും യോജിക്കാൻ പറ്റുന്ന മേഖലകളിലും ഡിവിഷനുകളിലും വാർഡുകളിലും അവരുമായി സഹകരിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സ്ട്രാറ്റജിയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയമാണ് ആത്യന്തികമായി ഇന്ന് തീരുമാനിക്കപ്പെട്ടത്. മറ്റൊരു പ്രധാന വിഷയമായിട്ട് ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം 3.5 കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ. ചില ജില്ലകളിലെ ജനബാഹുല്യം ആ ജില്ലയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഉദാഹരണമായി ഇപ്പോൾ നമുക്ക് മലപ്പുറം, തിരുവനന്തപുരം ജില്ലകൾ എടുത്താൽ 2011 സെൻസസ് പ്രകാരം 45 ലക്ഷം ജനമാണ് മലപ്പുറം ജില്ലയിലുള്ളത്. സെൻസസ് ഡിപ്പാർട്ട്മെന്റ് കണക്ക് പ്രകാരം 13.5% ജനസംഖ്യ ഇൻക്രീസിൻ്റെ റേഷ്യോ. 11 ശേഷം കേരളത്തിൽ സെൻസസ് നടന്നിട്ടില്ല. അപ്പോൾ ഈ 13.5 റേഷ്യോ വെച്ച് നമ്മളത് പരിശോധിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഏകദേശം 55 ലക്ഷം ജനങ്ങളുണ്ട്. 16 നിയോജക മണ്ഡലങ്ങളാണ്. തൊട്ടടുത്ത ജില്ല, മലപ്പുറത്തിനോട് ചാരി നിൽക്കുന്ന ജില്ല വയനാടാണ്. 2011 ഈ പറയുന്ന സെൻസസ് പ്രകാരം 8 ലക്ഷത്തി ചില്ലാനം ആളുകളാണ് വയനാട്ടിലുള്ളത്. അവിടുത്തെ ജനസംഖ്യ ഇൻക്രീസിൻ്റെ റേഷ്യോ എന്ന് പറയുന്ന 6.2 ആണ്. അത് വെച്ച് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 11.25 ലക്ഷം ജനങ്ങളാണ് വയനാട്ടിലുള്ളത്. അപ്പോൾ വയനാടിലെ 11.25 ലക്ഷവും 55 ലക്ഷമുള്ള മലപ്പുറത്തും ഒരു ജില്ലാ കളക്ടറാണ് ഇതിൻ്റെ ഭരണാധികാരി. വയനാട്ടിലെ ഒരു വ്യക്തി ഒരു പരാതി നൽകിയാൽ ഒരു മാസം കൊണ്ട് ജില്ലാ കളക്ടർക്ക് അതിൻ്റെ മുകളിൽ തീരുമാനം എടുത്ത് കൊടുക്കാൻ പറ്റും. എന്നാൽ മലപ്പുറത്ത് ഒരു പരാതി നൽകിയാൽ ആ ജില്ലാ കളക്ടർക്ക് ആ പരാതിയുടെ മുകളിൽ തീരുമാനം എടുക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷം എടുക്കും. ഞങ്ങൾ അനുഭവസ്ഥരാണ് മലപ്പുറം ജില്ലക്കാർ. ഏകദേശം ഇതിൻ്റെ വക്കിൽ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ നിൽക്കുന്നത്. ഇവിടെ 55 ലക്ഷം ഉണ്ടാകുമ്പോൾ ഏകദേശം 40 ലക്ഷത്തി ചില്ലാനം ജനങ്ങൾ തിരുവനന്തപുരം ജില്ലയിലുണ്ട്. അപ്പോൾ ജില്ലാ വിഭജനം 1982 നമ്മളെ പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നത്. 84 കാസർഗോഡ് ജില്ല രൂപീകരിക്കുന്നത്. 41 വർഷത്തിനിടക്ക് മലപ്പുറം കേരളത്തിൽ ഒരൊറ്റ ജില്ലയും പുതുതായി രൂപീകരിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 5 വർഷത്തെ നമ്മുടെ നാഷണൽ ലെവല് നമ്മൾ പരിശോധിച്ചാൽ 67 ജില്ലകൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 41 വർഷത്തെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ 200 ചില്ലാനം ജില്ലകൾ രാജ്യത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു ജില്ല പോലും നമ്മുടെ കേരളത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 11 ലക്ഷം പറയുന്ന വയനാട്ടുകാർക്ക് ഒരു മെഡിക്കൽ കോളേജാണ് ചികിത്സിക്കാൻ. 55 ലക്ഷമുള്ള ആളുകൾ മലപ്പുറത്തുകാർക്കും ചികിത്സിക്കാൻ ഒരു മെഡിക്കൽ കോളേജാണ്. വിദ്യാഭ്യാസ മേഖല നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഈ തിരുവനന്തപുരം, കൊല്ലം സൈഡിൽ നമ്മൾ പരിശോധിച്ചാൽ കുട്ടികൾ 15 തൊട്ട് 20 കുട്ടികളാണ് +1. നിങ്ങൾക്കറിയാം, എല്ലാ വർഷവും +1 ബന്ധപ്പെട്ട് ജില്ലയിൽ എന്നും സമരങ്ങളും പ്രശ്നങ്ങളുമാണ്. അപ്പോൾ ചില ജില്ലകളിൽ ഈ പറയുന്ന 15 തൊട്ട് 20 കുട്ടികൾ ഒരു +1 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മലപ്പുറത്തെ ഒട്ടുമിക്ക സ്കൂളുകളിലെ സ്ഥിതി 80 തൊട്ട് 90 കുട്ടികൾ ഈ ഇടുങ്ങിയ ക്ലാസ് മുറിയിൽ മൈക്ക് വെച്ച് ക്ലാസ് എടുക്കേണ്ട ഗതികേട് ആ ഭാഗത്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ റവന്യൂ ഡിവിഷനുകൾ നമ്മൾ പരിശോധിച്ചാൽ മല്ലപ്പള്ളി, പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി താലൂക്കിൽ 1,39,000 ചില്ലാനം ആളുകളാണ്. അത് നേരെ തിരുവനന്തപുരത്തേക്ക് മലപ്പുറത്ത് വന്ന് പരിശോധിച്ചാൽ പെരിന്തൽമണ്ണ താലൂക്കിൽ 9 ലക്ഷത്തി ചില്ലാനം ആളുകളാണ്.
ആ ഒരു വ്യത്യാസം കോഴിക്കോട് ടൗൺ താലൂക്ക് ഏകദേശം 8.5 ലക്ഷം ജനങ്ങളാണ്. എന്നാൽ ആവറേജ് നമ്മൾ കേരളം എടുത്താൽ 2-2.5 ലക്ഷമാണ്. അപ്പോൾ വലിയ അനീതി ഇതിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വസ്തുത, നമ്മുടെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്താ പറയുക ബുക്ക് ഫോർമാറ്റിൽ വരുന്നുണ്ട്. 8 സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ 40 ലക്ഷത്തിന് താഴെയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യ 40 ലക്ഷത്തിന് താഴെ. അവിടെ സെക്രട്ടേറിയറ്റ് ഉണ്ട്, മുഖ്യമന്ത്രിമാരുണ്ട്, ജില്ലാ കളക്ടർമാരുണ്ട്, മന്ത്രിമാരുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഒരു സ്റ്റേറ്റിൽ 40 ലക്ഷത്തിന് താഴെ നിൽക്കുമ്പോഴാണ് ഒരു ജില്ലയിൽ 55 ലക്ഷം. 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ 25 ലക്ഷത്തിൻ്റെ താഴെയാണ്. നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്, കർണാടക എടുത്താൽ ആവറേജ് 17 തൊട്ട് 19 ലക്ഷം ആളുകളാണ് ഈ പറയുന്ന ഒരു ജില്ലയിലുള്ളത്. പക്ഷേ നമ്മുടെ ഇവിടെ ഈ പറയുന്ന ജില്ലകൾ വിഭജിക്കപ്പെടാത്തത് കൊണ്ട് വലിയ അനീതി നടപ്പാവുകയാണ്. അതോടൊപ്പം സാമ്പത്തിക നഷ്ടം ഒരു ജില്ലക്ക് ഉണ്ടാകുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സകലമാന പദ്ധതികളും ജില്ലക്ക് ഫണ്ട് കൊടുക്കുക. അപ്പോൾ 10 ലക്ഷം ജനങ്ങളുള്ള ഒരു ജില്ലക്കും ഒരേ എമൗണ്ട്, 55 ലക്ഷമുള്ള ഒരു ജില്ലക്കും ഒരേ എമൗണ്ട്. അങ്ങനെ ഇതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ മൊത്തം വില്ലേജുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു വില്ലേജിൻ്റെ കീഴിൽ ആവറേജ് എടുത്താൽ 18 തൊട്ട് 19,000 ആളുകളാണ്. മലപ്പുറത്ത് 35,000 ജസ്റ്റ് ഡബിളാണ്. തിരുവനന്തപുരത്തും അങ്ങനത്തെ ചില എന്താ പറയുക വില്ലേജുകളുണ്ട്. അപ്പോൾ ഇതൊന്ന് റീഷഫിൾ ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതിൻ്റെ പേരിൽ അനീതി നടപ്പിലാവുന്നുണ്ട്. ഇത് ഞങ്ങൾ അനുഭവിച്ചത് കോവിഡ് കാലത്താണ് പ്രധാനമായിട്ടും. കോവിഡ് കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് വാക്സിൻ തന്നത് ജില്ലാടിസ്ഥാനത്തിലാണ്. വലിയ പ്രതിസന്ധികളുണ്ടായി മരുന്ന് കിട്ടാതെ ഈ ജനസംഖ്യ കൂടിയ ജില്ലകളിൽ മുഴുവൻ. എന്നാൽ ജനസംഖ്യ കുറഞ്ഞ ജില്ലകൾക്ക് അത് മാനേജബിൾ ആയിരുന്നു. അപ്പോൾ ഒരു മുന്നണിയും, ഈ പറയുന്ന 2 മുന്നണിയും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു നിലപാടാണ് ഇത് സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ സംസ്ഥാന തലത്തിൽ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ സമരങ്ങളും പ്രതിഷേധ ജാഥകളും സംഘടിപ്പിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ, തൃണമൂൽ കോൺഗ്രസ് ഈ സമരത്തെ നയിക്കുമെങ്കിലും കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകളെ മുഴുവൻ, ലീഡർഷിപ്പിനെ മുഴുവൻ ഓരോ ജില്ലയിലും നമ്മൾ കത്ത് കൊടുത്ത് ക്ഷണിച്ച് വലിയ സെമിനാറുകൾ നമ്മൾ ഇതിൻ്റെ ഒരു അവയർനെസ്സിന് വേണ്ടി നടത്തുന്നുണ്ട്. ആ രീതിയിൽ പൊളിറ്റിക്കലായിട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊരു തീരുമാനമെടുത്തിരിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി 40 ദിവസം നീണ്ടു നിൽക്കുന്ന കേരളം ഇന്ന് നേരിടുന്ന ഈ മലയോര വിഷയത്തെ പോലെ തന്നെ മറ്റൊരു വിഷയമാണ് നമ്മുടെ കടലോര വിഷയം. മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന CRZ നിയമങ്ങളിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരുടെ തൊഴിൽ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, ഈ 2 വിഷയത്തോടൊപ്പം മറ്റൊരു പ്രധാന വിഷയമായി നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത് ഇവിടുത്തെ എന്താ പറയുക PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് എന്താ പറയുക അവർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാതെ, നമുക്കറിയാം ഇപ്പോൾ നടന്ന ഒരു സമരം ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ സഹോദരിമാരുടെ സമരത്തോടൊപ്പം പോലീസ് കോൺസ്റ്റബിൾമാരായ PSC ഉദ്യോഗാർത്ഥികൾ 18-19 ദിവസം അവിടെ സമരം നടത്തി നമുക്കറിയാം. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് എന്താ പറയുക ഉദ്യോഗാർത്ഥികൾ തൊഴിൽ നൽകാതെ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും എണ്ണ കൂടുതലുള്ള PSC സംവിധാനം കേരളത്തിലാണ്. അവരുടെ ശമ്പളം തൊട്ടടുത്ത തമിഴ്നാട്ടിലും കർണാടകയിലും 5 മെമ്പർമാരും 6 മെമ്പർമാരും ഉണ്ടാകുമ്പോൾ അവരുടെ സാലറി നമ്മൾ പരിശോധിച്ചാൽ 1,75,000 ഇടക്കാം. അതിൻ്റെ പകുതി മാത്രം ജനസംഖ്യയുള്ള, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് പോലും കൊടുക്കാത്ത PSCയിൽ 21 മെമ്പർമാരുണ്ട് എന്ന് മാത്രമല്ല, നിലവിലുണ്ടായിരുന്നവരുടെ ശമ്പളം 2.25 ലക്ഷത്തിൽ നിന്ന് 4.5 ലക്ഷമാക്കി ഉയർത്തി ഈ പൊതുസമൂഹത്തെ കൊള്ളയടിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഇരട്ടത്താപ്പ് വിഷയങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ പട്ടയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇപ്പോൾ വയനാടിൽ നിങ്ങൾക്കറിയാം 776 കോടി രൂപ ജനങ്ങൾ പിരിച്ച് കയ്യിൽ കൊടുത്ത മുഖ്യമന്ത്രിയുടെ ആ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല മാത്രമല്ല
വീടും കുടുംബവും മക്കളെയും രക്ഷിതാക്കളെയും മുഴുവൻ നഷ്ടപ്പെട്ട അനാഥരായ ആ സാധുക്കളെ വയനാടിൻ്റെ പല വീടുകളുടെയും ചെരുവിൽ ഷെഡ് കെട്ടി താമസിപ്പിച്ചിട്ട് 1 വർഷം കഴിയാണ്. ഇപ്പോഴും അതിൻ്റെ മുകളിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് കൊടുക്കേണ്ട പണം പോലും കൃത്യമായി ചികിത്സക്കോ വാടകക്കോ ഭക്ഷണത്തിനോ കൊടുക്കാത്ത അവസ്ഥയാണ്. കേരളം ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കാരണം നമുക്ക് ഹൈ റേഞ്ച് കൂടുതലാണ്. അപ്പം ഈ വർഷക്കാലം കഴിയുന്നതിന് മുമ്പ് ഇനി എന്ത് ദുരന്തം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ആവർത്തിച്ച് വരുന്ന ഈ ദുരന്തങ്ങൾ, ആ ദുരന്തത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു പാക്കേജും ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, ഒരു സ്റ്റഡിയും അതിനെ സംബന്ധിച്ച് റിസർച്ചും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ദുരന്തത്തിൽ പെട്ടവരെ സഹായിക്കാൻ പൊതുസമൂഹം നൽകിയ കോടാനുകോടി രൂപ പോക്കറ്റടിച്ച് പോകുന്ന അവസ്ഥയിൽ കേരളം നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകടന പത്രിക ഉൾപ്പെടെ 140 മണ്ഡലങ്ങളുടെയും ഉൾഗ്രാമങ്ങളിലൂടെയാണ് യാത്ര. നമ്മുടെ ഈ മെയിൻ റോഡിൽ കൂടെ ഈ പോകുന്ന 10 ദിവസം കൊണ്ട് സംസ്ഥാന ജാഥയല്ല, 40-45 ദിവസം നീണ്ടു നിൽക്കുന്ന, ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു വിപുലമായ ജാഥ നടത്താൻ വേണ്ടിയിട്ട് ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയോ? ഇന്ന് രാത്രി പോകുന്നുണ്ട്, അത് കൺഫേം ആണ്. അതാണ് കേരളത്തിലെ ആരോഗ്യസ്ഥിതി. ഇന്ന് മുഖ്യമന്ത്രി പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ 4 ദിവസത്തിനുള്ളിൽ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ആരോഗ്യരംഗം കേരളത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എത്രമാത്രമുണ്ട് എന്ന് ആ ആശുപത്രിയിൽ പോകുന്ന ആളുകൾക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. ആശുപത്രിയെ സമീപിക്കുന്ന കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇത്രയും വലിയൊരു പ്രതിസന്ധി ഇവിടെ നിൽക്കുമ്പോൾ അതിനെതിരെ വിരൽ ചൂണ്ടേണ്ട ഇവിടുത്തെ പ്രതിപക്ഷം എന്ത് നിലപാടെടുത്തു എന്നത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവിടുത്തെ ഒരു ഡോക്ടർ വന്നുകൊണ്ട് ജനങ്ങളോട് വിളിച്ചു പറയേണ്ടി വന്നു, ഇവിടെ സൂചിയും നൂലില്ല, മരുന്നില്ല, തിയേറ്ററിൽ ടേബിളിൻ്റെ മുകളിൽ കിടത്തുന്ന രോഗികളെ മടക്കി വിടേണ്ട അവസ്ഥയിലാണ് ഈ നാട് എന്ന് ഇവിടുത്തെ ഒരു ഡോക്ടർ, സർക്കാർ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ വിളിച്ചു പറഞ്ഞപ്പോൾ ആ ഡോക്ടർക്ക് പിന്തുണ കൊടുക്കുന്ന പണിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് ഇവിടുത്തെ പ്രതിപക്ഷം എത്തുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യഗൗരവമായ വിഷയത്തിൽ അവരുടെ ഇടപെടൽ എന്താണ് എന്ന് കേരളത്തിലെ ജനം മനസ്സിലാക്കുകയാണ്. ഇലക്ട്രിസിറ്റി ബില്ല് വർദ്ധിപ്പിച്ചിട്ട് 3 ദിവസമായി. കൊള്ളയടിക്കാൻ പോവുക കേരളത്തിലെ ജനങ്ങളെ. ഒരു പരിധിയില്ലാത്ത കൊള്ളയാണ്, കേട്ടുകേൾവില്ലാത്ത കൊള്ള. ഒരാളും ഒരു ശബ്ദവും നമ്മളെവിടെയും കേട്ടില്ല, ഒരു പ്രതികരണവും എവിടെയും കാണുന്നില്ല. ഈ കഴിഞ്ഞ 3 കൊല്ലം പത്രത്തിലെ പരസ്യത്തിൽ പ്രധാനം എന്തായിരുന്നു? നിങ്ങൾ സോളാർ വെക്കൂ, വൈദ്യുതി ലാഭിക്കൂ, പണം ലാഭിക്കൂ. നാട്ടിൽ ജനം മുഴുവൻ കടവും കള്ളിയും വട്ടിപ്പൈസൊക്കെ വാങ്ങിയിട്ട് വീടിൻ്റെ മുമ്പിൽ മൊത്തം കൊണ്ടുപോയി വീട്ടിൻ്റെ മുകളിൽ സോളാർ സ്ഥാപിച്ച് സർക്കാരിനെ സഹായിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ അതാ പുതിയ ഓർഡർ വരികയാണ്. നമ്മൾ ഇതുവരെ കൊടുത്ത റേറ്റിന് ഇനി എടുക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് പകുതി പൈസ, നമ്മൾ ഉപയോഗിക്കുന്നതിന് ഇരട്ടി പൈസ, പ്ലസ് ഒരു യൂണിറ്റിന് 1 രൂപ അവർക്ക് കൊടുക്കണം. ഈ സർക്കാരിനെ വിശ്വസിച്ച് വീടിൻ്റെ മുകളിൽ കടം വാങ്ങി സോളാർ ഫിറ്റ് ചെയ്ത കേരളത്തിലെ മുഴുവൻ വൈദ്യുതി ഉപഭോക്താക്കളെയും കൊടും വഞ്ചന നടത്തി. ഒരു പ്രസ്താവനയും ഒരു പ്രതിഷേധവും ഈ പറയുന്ന എന്താ പറയുക ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് നമ്മൾ എവിടെയും കാണുന്നില്ല. അതാണ് കേരളം. ഇതാണ് ഈ പൊളിറ്റിക്കൽ നെക്സസ് എന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്കൽ നെക്സസിൻ്റെ കരാളഹസ്തങ്ങളിൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ എന്താ മരിച്ചു വീഴുന്ന അവസ്ഥയാണ്. ജപ്തി മുഖ്യമന്ത്രി കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞതാ, 10 സെൻറ്റും വീടുള്ളവനെ ജപ്തി ചെയ്യില്ല. അന്ന് അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക്, ലൈഫ് പദ്ധതിയിൽ ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ അതേ വീട് ബാങ്ക് വന്ന് ജപ്തി ചെയ്ത് പോകുന്നത് അനുവദിക്കാൻ പറ്റില്ല. 10 സെൻറ്റും വീടുമുള്ളവനെ ഈ ജപ്തിയിൽ നിന്ന്, സർഫാസി നിയമത്തിൽ നിന്ന് ജപ്തി ചെയ്യാൻ ഈ ഗവൺമെൻറ് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം 100 ജപ്തിയാണ് കേരളത്തിൽ നടക്കുന്നത്. എത്രയോ ആത്മഹത്യകൾ നടന്നു, പലരും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞ ഈ കാര്യമെങ്കിലും
അരുത് എന്ന് പറയാൻ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷത്തിന് കഴിയാതെ പോകുന്നത് എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യാണ്. മുഖ്യമന്ത്രി ഇന്ന് പോട്ടെന്ന്. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു മാന്യതയും ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പം അമേരിക്കയിൽ പോകാൻ പാടില്ല. ഇതേ പണി മുമ്പ് ചെയ്താണ്. സഖാവ് കൊടിയേരി സഖാവ് മരിച്ച ദിവസം, മരിക്കുന്നതിൻ്റെ തലേ ദിവസം, മരിച്ച ദിവസം ആ ബോഡി AK സെന്ററിലും വഴിയിൽ പോലും പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുത്തില്ല. തിരുവനന്തപുരത്ത് ഇറക്കിയ ആ ബോഡി 5 മിനിറ്റ് AK സെന്ററിൽ കിടത്തിയിട്ട് കേരളത്തിൽ ഒരു സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്യാതെ എക്സ്പ്രസ് വേഗതയിലാണ് കണ്ണൂരിലേക്ക് പോയത്. കണ്ണൂർ അതെത്തി ആ ഉച്ച സമയത്ത് ആ ബോഡിയിൽ റീത്ത് സമർപ്പിച്ച് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ വിദേശത്തേക്ക് പോയ മുഖ്യമന്ത്രി കുടുംബമാണ്. കേരളത്തിലെ സഖാക്കൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. ആ യാത്ര ഒരു ദിവസം മാറ്റി വയ്ക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ട് അതിന് പോലും തയ്യാറാകാതെ കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ ആ ബോഡി ഒന്ന് കാണാൻ വേണ്ടി വഴിയരികിൽ കാത്തിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന സഖാക്കളെ കണ്ണീരിലാഴ്ത്തി ആ ബോഡി എക്സ്പ്രസ് വേഗതയിൽ കണ്ണൂരിലെത്തിച്ച് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്ത് അന്ന് വൈകുന്നേരം സ്വിറ്റ്സർലൻഡിലേക്ക് വണ്ടി കയറിയ ടീമാണ്. ആ ടീം ഇപ്പം ഇന്ന് അമേരിക്കയിൽ പോകുന്നതിന് എന്താ പറയുക, നമ്മളാരും അന്തം വിട്ടൊരു കാര്യമില്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ കാണണം, സഖാക്കൾ ഇത് മനസ്സിലാക്കണം. ഞാൻ പറയുന്ന പിണറായി സൈതാണ്. ഈ ഏകാധിപത്യവും ഈ കുടുംബാധിപത്യവും ഈ സ്വേച്ഛാധിപത്യവും, ഇത് സ്വേച്ഛാധിപത്യം കൂടിയാണ്. ഇന്ന് അദ്ദേഹം പോകുക എന്ന് പറഞ്ഞാൽ കെട്ടിടം തകർന്നു പോകുന്ന രോഗികൾ മരിക്കുക, ചികിത്സിക്കാൻ എന്തായാലും ഇല്ല. ചികിത്സിക്കാൻ പോകുന്നവൻ ഗതി കെട്ടിട്ട് പോകുന്ന ഈ മനുഷ്യരെ അവരുടെ തലയിലേക്ക് കെട്ടിടം ഇടിഞ്ഞ് വീണ് മരിക്കുക. അപ്പോഴാണ് മൂപ്പരെ ബീമ്പ് പറച്ചിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യസ്ഥിതി അമേരിക്കയോടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അമേരിക്കയോടെ ഇവിടെ തൊട്ടടുത്തുണ്ട് ശ്രീലങ്ക. ശ്രീലങ്കനോടൊന്ന് കോമ്പീറ്റ് ചെയ്താൽ മതി. പട്ടിണി രാജ്യ. അവിടെ ഈ ഗതികേട് ആരുടെ തലയിലേക്കും കെട്ടിടം പൊളിഞ്ഞു വീണിട്ടൊന്നും ശ്രീലങ്കയിൽ ആരും മരിച്ചിട്ടില്ല. അപ്പൊ ഈ രീതിയിൽ പുകമറകൾ സൃഷ്ടിക്കുക, ഊതി വീർപ്പിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, അത് പ്രചരിപ്പിക്കുക, അതല്ലേ വസ്തുത. ഇതിലേറെ എത്രയോ ബെറ്റർ അല്ലേ തമിഴ്നാട്ടിൽ? നിങ്ങളത് പോയി നോക്കൂ. കേരളത്തിലല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുള്ളത്? കൂന് പോലെ പൊട്ടിമുളക്കുന്നത് എന്തുകൊണ്ടാ? ഇവിടെ സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ സംവിധാനത്തിന്റെ തകർച്ചയല്ലേ ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ മുഴുവൻ. എന്തേ തമിഴ്നാട്ടിലതില്ലാത്തത്? ഇവിടുന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തേക്കൊന്ന് പോയി നേരെ കന്യാകുമാരി ഒന്ന് ക്രോസ് ചെയ്ത് നിങ്ങൾ പോയി നോക്കൂ. ഇവിടെ ഒരു ഗ്രാമത്തിൽ ഒരു വാർഡിൽ ക്ലിനിക്കില്ല. ക്ലിനിക്കില്ലാത്ത 2 MBBS ഡോക്ടർമാരില്ലാത്ത ഏതെങ്കിലും ഒരു വാർഡ് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിലുണ്ടോ? ഒരു ലാബില്ലാത്ത ഏതെങ്കിലും വാർഡുണ്ടോ കേരളത്തിൽ? തമിഴ്നാട്ടിലൊരു ആശുപത്രി, പ്രൈവറ്റ് ആശുപത്രി കണ്ട് രണ്ടാമത്തെ ഒരു ഹോസ്പിറ്റൽ നിങ്ങൾ കാണണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ 25 കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്യണം. എന്തേ ഇത്രമാത്രം ക്ലിനിക്കുകളും ആശുപത്രികളും ഈ പറയുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഇവിടെ വരുന്നത്? എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഞെളിഞ്ഞ് നിൽക്കുക. ഈ ഇടത്തരക്കാരും പാവപ്പെട്ടവരും വീട് വിറ്റും പലിശക്കെടുത്തും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ചികിത്സിക്കണത്. 50,000 കോടിയാണ് കഴിഞ്ഞ 2024-25 വർഷത്തെ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ട്രാൻസാക്ഷൻ. 50,000 കോടി. ഒരു സർക്കാർ 140, 150, 1,50,000 കോടിയാണ് സർക്കാരിൻ്റെ മൊത്തം ബഡ്ജറ്റ്. അതിൻ്റെ 1/3 ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രികൾ കൊള്ളയടിച്ച് പോകുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കുക. മൂപ്പര അമേരിക്കയ്ക്ക് പോവുക. ഏറ്റവും നല്ല ചികിത്സാ സമ്പ്രദായം. പ്രതികരിക്കേണ്ടവൻ പ്രതികരിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ കുത്തിരി പിടിച്ച് നിർത്തണം പ്രതിപക്ഷം. പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ എയർപോർട്ടിൽ കയറാൻ സമ്മതിക്കരുത്. ഈ മനുഷ്യനെ മുഴുവൻ കൊലക്ക് കൊടുത്തിട്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് അമേരിക്കയിലേക്ക് ചികിത്സ പോകുമ്പോൾ ആ എയർപോർട്ടിന് മുമ്പിൽ പോയിട്ട് ജനങ്ങളുടെ വികാരം ഒന്ന് പ്രകടിപ്പിക്കാനുള്ള എന്താ പറയുക ധാർമ്മിക ഉത്തരവാദിത്വമെങ്കിലും പ്രതിപക്ഷം കാണിക്കണം. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പിന്നെ എന്ത് തോന്നിയാസം കേരളത്തിൽ നടത്താലോ. ചോദിക്കാൻ ആളില്ലെങ്കിൽ എന്താ? ചോദിക്കാൻ ആളില്ലാത്ത പൂരപ്പറമ്പിൽ നടക്കുന്ന അടിയില്ലേ? അതാ കേരളത്തിൽ നടക്കുന്നത്. ആർക്കാ ഉത്തരവാദിത്വം? ആരതിനെ തിരുത്തേണ്ടത്? ആരാ ചോദിക്കേണ്ടത്? ഒരാളില്ല.
എന്താ എനി ക്വസ്റ്റ്യൻസ് നിയമം അവതരിപ്പിക്കാം. ആരോഗ്യമന്ത്രിയെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ആരോഗ്യമന്ത്രി മാത്രമല്ല, കേരളത്തിലെ ഒരുവിധ മന്ത്രിമാരെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ഇവരൊക്കെ വെറും റബ്ബർ സ്റ്റാമ്പിലപ്പുറം ഒരു വിഷയത്തിൽ ഇടപെടാനോ സംസാരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഇന്ന് ഈ പറയുന്ന ഘടക കക്ഷികൾ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കില്ല. അത് നേരിട്ട് അനുഭവമുള്ളവനാണ്. എന്താ മന്ത്രിസഭാ തീരുമാനം? പണ്ടൊക്കെ ഒരു ക്യാബിനറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മിനിസ്റ്റേഴ്സും എടുക്കും, CM ഉണ്ടാവും, ചീഫ് സെക്രട്ടറി ഉണ്ടാവും, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇത് മന്ത്രിമാർ പോയിരിക്കും ക്യാബിനറ്റ് റൂമിൽ, ചായ വരും, ഹോർലിക്സ് വരും, അണ്ടിപ്പരിപ്പ് വരും, മുന്തിരി വരും, മറ്റതൊക്കെ വരും. അതിങ്ങനെ കഴിച്ചാലിരിക്കും. ഒരു അരമണിക്കൂർ കഴിയുമ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരും. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ഇതാണ് ക്യാബിനറ്റ്. ഇതാണ് കേരളത്തിൽ നടക്കുന്ന ക്യാബിനറ്റ്. അപ്പോൾ മന്ത്രിമാരുടെയൊക്കെ മറ്റേ എന്ത് സിഗ്നേച്ചറാണ് ഈ സിഗ്നേച്ചർ? മന്ത്രി അറിയുന്നും കൂടി ഇല്ല, സിഗ്നേച്ചർ ഇട്ട് പോവാണ്. ഒരു ചർച്ചയില്ല. ആ കെട്ടിടത്തിൻ്റെ അകത്ത് ആൾ കുടുങ്ങി. ആരാ വിളിച്ചു പറയുന്നത്? മന്ത്രി പറയാം ഒരാളും ഇല്ല. ആരാ വിവരം കൊടുക്കുന്നത്? ഒരു കൃത്യമായ വിവരം കൊടുക്കാൻ പോലുള്ള സംവിധാനം ഈ പറയുന്ന മന്ത്രിമാർക്ക് ആർക്കും ഒരു വ്യക്തിപരമായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടാനൊന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? നിസ്സഹായരായി നോക്കി നിൽക്കുക, ജനങ്ങൾ വിളിക്കുന്ന തെറി കേൾക്കുക എന്നല്ലാതെ. എല്ലാം ഈ പറയുന്ന പിണറായിസത്തിൻ്റെ വക്താക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്. അവർ കൈകാര്യം ചെയ്യും, അവരൊപ്പിടും, അവർ ഓർഡർ ചെയ്യും, സാധനങ്ങൾ വാങ്ങും, അതിൻ്റെ കമ്മീഷൻ എങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ട് പോകും, ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടും. ഈ പറഞ്ഞ പോലെ ബിൽഡിങ് തകർന്നു വീണ് അതിൻ്റെ ഉള്ളിൽ കിടന്ന് കുറേ മരിക്കും. ഓപ്പറേഷൻ തിയേറ്ററിന് മുകളിൽ കീറിയിട്ട് പിന്നെ സൂചിയില്ല നൂലില്ല എന്നാണ്, അവിടെ കുറേ മരിക്കും. ഒരു കുഴപ്പമില്ല. ഇതാണ് കേരളം. അതിൻ്റെ ബാക്കി പത്രമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെയോ നാളത്തെയോ ചികിത്സാ യാത്ര. അത് ജനം മനസ്സിലാക്കിയാൽ മതി. പോലീസുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് താങ്കൾ. പുതിയ DGP-യെ തെരഞ്ഞെടുത്തതിൽ അത് പറയാനായിട്ടില്ല. അല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനം എങ്ങനെ നോക്കുക നമ്മളത്. ബാക്കി ഇപ്പം എല്ലാവരും ഞാൻ അതിനെപ്പറ്റി ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഞാൻ പോരാടിയിരുന്നത് നൊട്ടോറിയസ് ക്രിമിനലായ അജിത് കുമാറിനെ DGP-യുടെ പൊസിഷനിൽ ഇരുത്തുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തീരുമാനത്തിനെതിരെ അവസാന നിമിഷം വരെ പോരാടി. ലാസ്റ്റ് മിനിറ്റിൽ കട്ട് ചെയ്തു, UPSC വിട്ടു. അത് കഴിഞ്ഞിട്ട് താൽക്കാലിക നിയമനം കൊടുക്കാൻ പറ്റുമെന്നില്ല, എന്താ പറയുക, ലീഗൽ അഡ്വൈസ് വാങ്ങി, എല്ലാം തകർന്ന് അവസാനം ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ RSSന്റെ നിർദ്ദേശപ്രകാരം അവർക്കും കൂടി ഇഷ്ടപ്പെട്ട ഒരാളെ അവിടെ കൊണ്ടുപോയി. CPM അല്ല, പിന്നെ തിരിച്ചു പറഞ്ഞില്ലേ, CPM-ന്റെ അകത്ത് ആ പാർട്ടിക്കുകളിൽ കമ്മ്യൂണിസ്റ്റുകാരായ ഏതെങ്കിലും ഒരു ലീഡർമാർ നട്ടലില്ല ഒരുത്തനുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് ഇങ്ങനെ ആവില്ലായിരുന്നു. നട്ടലുള്ള ഒരുത്തൻ ഈ പറയുന്ന സെക്രട്ടേറിയറ്റും സെൻട്രൽ മറ്റെന്താ പറയുക പോളിറ്റ് ബ്യൂറോ ഒക്കെ ഉണ്ടല്ലോ. ഒരാൾക്ക് അഭിപ്രായം പറയുമല്ലോ. ഒരു അഭിപ്രായത്തിന്റെ വക്കാണ് P. ജയരാജൻ സൂചിപ്പിച്ച് പിറ്റേന്ന് തിരുത്തി പറയിച്ചില്ലേ. അത് ഈ ജനങ്ങളുടെ മുന്നിൽ നടക്കും. പക്ഷെ പാർട്ടി സഖാക്കളുണ്ടല്ലോ, ഈ പറയുന്ന പിണറായിസത്തിന്റെയും മരുമോനസത്തിന്റെയും ആഫ്റ്റർ എഫക്റ്റാണ് ഞാൻ ഈ പറഞ്ഞ P. ജയരാജനോട് അടക്കം അത് തിരുത്തിച്ചത്. അതാണ് പറഞ്ഞത് പശ്ചിമ ബംഗാളിലും ഇവിടെയൊക്കെ നടന്ന ത്രിപുരയിൽ നടന്നതിൻ്റെ അതിൻ്റെയും അവസാനത്തിലേക്കാണ് പിണറായിസം. നിങ്ങൾ കണ്ടല്ലോ, 20,000 വോട്ട് PVN പറഞ്ഞ് കിട്ടുമ്പോൾ ആരാ വോട്ടാ കുറഞ്ഞത്? ഏത് സഖാവാണ് വോട്ട് ചെയ്തത്? കേരളത്തിലെ സഖാക്കൾ അതിന് കാത്തിരിക്കുകയാണ്. ഞാൻ ആ നോമിനേഷൻ കൊടുത്ത് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, തെരഞ്ഞെടുപ്പിൽ ദിവസം ഏറ്റവും മുന്നിൽ ആദ്യമായി വോട്ട് ചെയ്യുന്നവർ ഇവിടുത്തെ സഖാക്കളായിരിക്കും. അത് ആൻറ്റി പിണറായിസം വോട്ടായിരിക്കും. അന്നേ പറഞ്ഞ അത് തന്നെ സംഭവിച്ചില്ലേ? ഇത് കേരള ആകെ സംഭവിക്കൂലേ? അവിടെ എത്തിയില്ലേ ആ പാർട്ടി?